ഇന്ത്യൻ്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് കുര്യൻ ജോസഫ്. 6 വർഷം നീണ്ട സുപ്രീം കോടതിയിലെ സേവനകാലത്തിനിടയിൽ 1000-ലേറെ വിധിന്യായങ്ങൾ എഴുതിച്ചേർത്ത 10 പേരിൽ ഒരാൾ. ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നീതിയുടെ കാവലാളായി പ്രവർത്തിച്ച ഇദ്ദേഹം തന്നെ വഴി നടത്തുന്ന ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച് നമ്മോട് പങ്കുവയ്ക്കുന്നു. സ്നേഹം നിറഞ്ഞ കുര്യൻ ജോസഫ് സാറിന് ഹൃദയപൂർവ്വം സ്വാഗതം. സാറെ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ക്രിസ്തീയ ജീവിത സാക്ഷ്യത്തെക്കുറിച്ചും അത്തരത്തിലൊരു സാക്ഷ്യ ജീവിതം നയിക്കാനായിട്ട് സാറിനെ കൂടുതൽ ശക്തിപ്പെടുന്നത് പ്രാർത്ഥന, മാതാവിനോടുള്ള ഭക്തി, വിശുദ്ധ കുർബാന, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അപ്പോൾ സാറിനോട് ചോദിച്ചായിരുന്നു, സാറിന് ഇത്തരമൊരു പ്രാർത്ഥനയിലൊക്കെ വളരാനായിട്ട് ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് സാറിന് കിട്ടിയത് എവിടെ നിന്നാണ്? അന്നേരം സാറ് 2-3 സ്രോതസ്സുകൾ പറഞ്ഞു. ഒന്ന് കുടുംബത്തിൽ നിന്നെന്ന് പറഞ്ഞു. രണ്ടാമത് സാറ് സൂചിപ്പിച്ചത് ഗുരുക്കന്മാരിൽ നിന്നാണ്. ഇത്തവണ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഗുരുക്കന്മാരിലൂടെ സാറിന് കിട്ടിയ നല്ല അനുഭവങ്ങൾ, പ്രത്യേകിച്ച് ഇന്നത്തെ ഗുരുക്കന്മാർ എങ്ങനെ ആയിരിക്കണമെന്നാണ് സാർ വിചാരിക്കുന്നത്. അത്തരം കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്താൽ വളരെ നല്ലതായിരിക്കും. സന്തോഷം ബോണി. എൻ്റെ മനസ്സിനെ വളരെ സ്വാധീനിച്ചിട്ടുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ബോണി ചോദിച്ചത്. അത് എനിക്ക് തുറന്നു പറയാൻ വളരെ സന്തോഷമുള്ളൂ. എന്നെ ചെറുപ്പത്തിൽ സ്കൂളിൽ കൊണ്ടുപോയാക്കുന്നത് ഒരു കർമ്മിത്ത സ്കൂളിലാണ്, ഞാൻ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ അവിടെ എന്നെ പഠിപ്പിച്ചിരുന്ന സിസ്റ്റർമാരായിരുന്നു. അപ്പോൾ ആ സിസ്റ്റർമാർ എനിക്ക് അക്ഷരങ്ങൾ പഠിപ്പിക്കുകയല്ല കൂടുതൽ ചെയ്തത്. അക്ഷരങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളൊരു സൈഡും പ്രധാനമായിട്ടും സ്വഭാവശുദ്ധി, ഭക്തിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഈശ്വര പ്രാർത്ഥനയിൽ പറയുന്നതാണ്. ഭക്തി, വിശുദ്ധി, സ്വഭാവശുദ്ധി, ഇതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിരുന്നു. കാരണം നടക്കേണ്ട വഴി ചെറുപ്പത്തിലെ പഠിപ്പിക്കുക, പ്രായമാകുമ്പോൾ ആ വഴിയെ നടന്നുള്ളൂ. സുഭാഷിതങ്ങൾ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടൊരു വചനമാണത്. അത് ആ സിസ്റ്റർമാർക്ക് വളരെ നന്നായിട്ട് അറിയായിരുന്നു. അക്ഷരം പഠിക്കാനും കണക്ക് കൂട്ടാനും അത് സ്വാഭാവികമായിട്ടൊരു പഠന പ്രക്രിയയിലൂടെ നടന്നോളും. അത് പഠിപ്പിക്കലാണ്, ഇത് പരിശീലിപ്പിക്കലാണ്. ഇപ്പോൾ വിദ്യാഭ്യാസം എന്നുള്ളത് പഠിപ്പിക്കൽ മാത്രമല്ല, അതൊരു പരിശീലനം കൂടിയാണ്, അതൊരു രൂപീകരണം കൂടിയാണ്. ഒരു നല്ല മനുഷ്യനെ രൂപീകരിച്ചെടുക്കുക, അതിനുള്ള പരിശീലനം, അതിനുള്ള ഒരു രൂപീകരണം, അതിനവർ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. അപ്പോൾ അത് എൻ്റെ മനസ്സിൽ തട്ടിക്കിടക്കുന്ന 2-3 കൊച്ചു സംഭവങ്ങളെക്കുറിച്ച് തന്നെ ഒന്ന് സൂചിപ്പിച്ചായിരുന്നു. ഒന്ന്, വലിയ നിഗളം എന്ന് പറയുന്നൊരു പാവമുണ്ടല്ലോ നമുക്ക്, അഹങ്കാരം എന്ന് പറയുന്ന നിഗളം എന്നാണ് പറഞ്ഞത്. മൂലഭാവങ്ങളിലൊന്നാണ്. അത്ര ചെറുപ്പമാണ്, കുർബാനയെ കൊള്ളാൻ പോകുന്ന പ്രായമായിട്ടുള്ളൂ. എന്നിരുന്നാൽ പോലും അന്ന് പോലും വലിയൊരു ഞമ്പട ഞാനെ എന്നുള്ളൊരു ഭാവമൊക്കെ കണ്ടു കഴിയുമ്പോൾ, അപ്പം ഈ ഒരു കൊച്ചു സിസ്റ്റർമാരെൻ്റെ അടുത്ത് വിളിച്ചിട്ട്, മോനെ, ഈശോ എന്തോ ഒരു എളിമയുള്ള ആളായിരുന്നു. നമ്മുടെ പുണ്യന്മാർ എത്രയോ വിശുദ്ധന്മാർ എനിക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടെന്നറിയാമോ? എത്രയോ എളിമയുള്ള ആളായിരുന്നു. അപ്പം എളിമ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈശോയുടെ മോനായിട്ട് ജീവിക്കാൻ പറ്റും. ഈശോയുടെ മക്കൾക്ക് ആർക്കും അഹങ്കാരം പാടില്ല. അഹങ്കാരം വന്നു കഴിഞ്ഞാൽ പിന്നെ ഈശോയിൽ നിന്നാകുന്നു എന്നാണ്. അപ്പോൾ അഹങ്കാരം പാടില്ല, നിഗളിക്കരുത്. നമുക്ക് എന്തുണ്ടെങ്കിലും എന്ത് നേടിയാലും നിഗളിക്കരുത്. എന്നിട്ട് പറഞ്ഞ് പഠിപ്പിച്ചൊരിതായിരുന്നു, താണ നിലത്തെ നീരോടു, അതിനെ ദൈവം തുണയേകൂ എന്ന് പറഞ്ഞിട്ട് ഒരു കൊച്ചു പദ്യശകലം. അതിന്നും മനസ്സിൽ നിന്ന് മായാതെ കിടപ്പുണ്ട്. അപ്പോൾ എളിമ എന്താണ് എന്ന് അന്ന് അവരിൽ നിന്നും പരിശീലിച്ചു. ഞാൻ പഠിക്കുകയല്ല. എത്രാമത്തെ വയസ്സിലായിരിക്കും? അത് 2ാം ക്ലാസ്സിൽ എന്ന് പറയുമ്പോൾ 6 വയസ്സ് 2ാം ക്ലാസ്. 2, 3, 4 ഈ 2, 3, 4 ഞാൻ പഠിച്ച 4, 2, 3, 4, 5 6ാം ക്ലാസ് വരെയായിരുന്നു അവിടെ പഠിച്ച. 7 മുതൽ ഞാൻ വേറെ സ്കൂളിലേക്ക് മാറുകയായിരുന്നു. കാരണം 6-ന് ശേഷം അവിടെ കോൺവെൻറ്റ് സ്കൂളിൽ ആൺകുട്ടികൾക്ക് പറ്റില്ലായിരുന്നു. പിന്നീട് എൻ്റെ അപ്പച്ചൻ എന്നെ പറഞ്ഞു വിട്ടത് കാഞ്ഞൂർ സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിലേക്കായിരുന്നു. ഒരു 3 കിലോമീറ്ററോളം വീട്ടിൽ നടക്കണം. വീടിൻ്റെ അടുത്തൊരു വേറൊരു സ്കൂളുണ്ട്, പക്ഷേ അതൊരു കത്തോലിക്ക സ്കൂളല്ല. പക്ഷേ അപ്പച്ചന് നിർബന്ധമായിരുന്നു ഒരു കത്തോലിക്ക സ്കൂളിൽ മക്കൾ പഠിക്കണമെന്നുണ്ട്. അപ്പോൾ ഒരു 3 കിലോമീറ്റർ നടന്നിട്ടാണെങ്കിലും അവിടെ തന്നെ പഠിക്കണമെന്നുണ്ട്. ഞങ്ങൾ അവിടേക്കാണ് വിട്ടത്. അപ്പം എനിക്ക് 2, 3, 4, 5, 6 ക്ലാസ്സുകളിലൊക്കെ തുടങ്ങിയ ആ പഠിപ്പിക്കലിൻ്റെ, ആ പരിശീലനത്തിൻ്റെ ഓർമ്മകളാണ് മനസ്സിൽ കൂടുതൽ തങ്ങി നിൽക്കുന്നത്.
ഞാൻ സൂചിപ്പിച്ച മാതിരി എന്നെ മലയാള ഭാഷ പഠിപ്പിച്ചു, കണക്ക് പഠിപ്പിച്ചു, ഹിന്ദിയുടെ അക്ഷരങ്ങൾ പഠിപ്പിച്ചു, സയൻസ് പഠിപ്പിച്ചു. ഇതെല്ലാം ഈ 6ാം ക്ലാസ് വരെയുള്ള പഠനത്തിൻ്റെ തുടക്കങ്ങൾ ഉണ്ട് അവിടെ. പക്ഷെ അതിനേക്കാളൊക്കെ കൂടുതലായിട്ട് എൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ വളരെ വലിയൊരു പങ്ക് അവരവിടെ വഹിച്ചിട്ടുണ്ട്. ഞാനിതിനെക്കുറിച്ച് പിന്നീട് ഓർത്തെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഗുരു എന്നുള്ള വാക്ക് ബോണി ഉപയോഗിച്ചായിരുന്നല്ലോ. ഈ ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലെ അന്ധകാരം നീക്കുന്നവനാണ്. മറ്റൊരാളുടെ മനസ്സിലെ അന്ധകാരം നീക്കുന്നവൻ. അപ്പോൾ ആ അന്ധകാരം നീക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഗുരുവിന് വെളിച്ചം വേണം. ഗുരുവിൻ്റെ വെളിച്ചത്തിനൊരു തെളിച്ചമുണ്ടായാലേ ഗുരുവിൻ്റെ ശിഷ്യന്മാരുടെ മനസ്സിൽ അന്ധകാരം നീക്കാൻ പറ്റുള്ളൂ. ദൗർഭാഗ്യവശാൽ ഇന്നത്തെ ഒരു പ്രൊഫഷണൽ വിദ്യാഭ്യാസ രീതിയിൽ നമ്മുടെ അധ്യാപകർക്ക് ഈ ഗുരുമുഖം കുറഞ്ഞു പോയി എന്നുള്ള തോന്നലുണ്ട് എനിക്കതിനകത്ത്. നമ്മൾ ഈ കുരുത്തം കെട്ട കുട്ടികൾ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുമുഖത്ത് നിന്നും ഈ പറയുന്ന പരിശീലനം കിട്ടാതെ പോയ ഗുരുത്തം കെട്ടവർ എന്നാണ് എൻ്റെ അർത്ഥം തന്നെ. പറഞ്ഞു കുരുത്തം കെട്ടവർ എന്നായിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ ഗുരുമുഖത്തു നിന്നും പഠിക്കുന്നത്? ഗുരു നമുക്ക് കാണിച്ച് തന്ന ചില നല്ല ജീവിത രീതികളുണ്ട്. ഇപ്പോൾ തെറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത്, തെറ്റിപ്പോകുന്ന സമയത്ത്, വഴി മാറി പോകുന്ന സമയത്ത് നമുക്ക് ആരുടെയെല്ലാം മുഖം പറഞ്ഞാലും ഈ ഗുരുമുഖം ഓർമ്മ വരും. കാരണം എന്താ? ഈ ഗുരു എന്നെ പറഞ്ഞു പഠിപ്പിക്കുകയല്ലായിരുന്നു, അറിവ് പറഞ്ഞു തന്ന ഒരു അധ്യാപകനായിരുന്നില്ല എൻ്റെ ഗുരു. എനിക്ക് അനുഭവം പകർന്ന് തന്നതായിരുന്നു. ഞാൻ ഇപ്പോഴും അവരെക്കുറിച്ച് നന്ദിയോടെ ഓർക്കുന്നൊരു കാരണം എൻ്റെ ഒട്ടേറെ ഗുരുക്കന്മാരുണ്ടായിരുന്നു എനിക്കകത്ത്. ഞാൻ പിന്നീട് ഉയർന്ന ക്ലാസ്സിൽ പോയിരിക്കുമ്പോഴും കാര്യം അല്പസ്വല്പമൊക്കെ കുഴപ്പമായിരുന്നെങ്കിൽ എന്നെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. കാരണം ചെന്നിരുന്നാൽ ഗുരുമുഖത്ത് നിന്ന് ഞാൻ എന്തെങ്കിലും നേടിയിട്ടേ പോവുള്ളൂ. അവരുടെ മുമ്പിൽ പോയിരിക്കുകയും ചെയ്യും. ഞാൻ ഒരിക്കലും ക്ലാസ്സിൻ്റെ പുറകിലിരുന്നിട്ടില്ല. എൻ്റെ ദേവാലയത്തിനകത്താണെങ്കിലും ദേവാലയത്തിൻ്റെ മുൻപിലും സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും പോയിട്ടുള്ള സമയത്ത് ക്ലാസ്സിൽ മുമ്പിൽ ഇരുന്നിട്ടുള്ളൂ. കാരണം അത് ഗുരുമുഖത്തോടുള്ള ഒരു ഡയറക്റ്റ് സംവേദനത്തിന് ഒത്തിരി ഉപകരിക്കുന്നുള്ളതാണ്. അപ്പോൾ അവരിൽ നിന്നും കിട്ടിയ ആ ഒരു മണി മുത്തുകൾ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. എവിടെയെങ്കിലുമൊക്കെ വഴിമാറി പോകാൻ സാധ്യത വരുന്ന സമയത്തോ, അതിനുള്ളൊരു പ്രലോഭനം വരുന്ന സമയത്തോ, പരീക്ഷണം വരുന്ന സമയത്തോ എല്ലാം ഈ ഗുരുമുഖം മനസ്സിലുണ്ട്. ആ ഗുരുമുഖം തെളിയും. മാതാപിതാക്കന്മാരുടെ മുഖം തെളിയുന്നതോടൊപ്പം തന്നെയാണ് ഈ ഗുരുമുഖം കൂടെ തെളിയും. ഒരുപക്ഷെ കൂടുതൽ തെളിഞ്ഞു വരാൻ ചില സമയത്തൊക്കെ വരുന്ന ഗുരുക്കളാണ്, ഗുരുക്കന്മാരാണ്. കാരണം എൻ്റെ മനസ്സിൽ നേരത്തെ സൂചിപ്പിച്ചോണം അഹങ്കാരം, അസൂയ, ദേഷ്യം, വൈരാഗ്യം ഇങ്ങനെയൊക്കെയുള്ള ചില മൂല മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചില തിന്മയിലേക്ക് നയിക്കുന്ന ചില പാപങ്ങളുടെ മേഖല. അത് പാപം എന്താണെന്നോ പുണ്യം എന്താണെന്നോ അറിയാത്ത സമയത്ത് പോലും എങ്ങനെ സ്വഭാവശുദ്ധിയിൽ ഇതിന് പ്രധാനപ്പെട്ട പങ്കുണ്ട് എന്ന് നമുക്ക് പറഞ്ഞു തന്ന് അവരതെല്ലാം അതിൻ്റെ ജീവിക്കുന്ന മാതൃകകളുമായിരുന്നു. അവർ വെറുതെ പറഞ്ഞു തരുകയല്ലായിരുന്നു. ഞാൻ അവരെ കാണുമ്പോൾ എല്ലാം അവർ വളരെ എളിമയോടെ, വളരെ വിശുദ്ധിയോടെ, വളരെ ലളിതമായിട്ട്, വളരെയേറെ അവരെ വിളിച്ച വിളിയോട് വിശ്വസ്തതയും പുലർത്തിക്കൊണ്ട് അതിൻ്റെ നിറവിൽ ജീവിക്കുന്ന ഒരു ഗുരുക്കന്മാർ. അപ്പോൾ എൻ്റെ മനസ്സിലെ അന്ധകാരങ്ങളൊക്കെ നീക്കിക്കളയും. അപ്പോൾ അങ്ങനെയുള്ള ഗുരുവിനെ ശിഷ്യന്മാരുണ്ടാവുള്ളൂ. അധ്യാപകർക്ക് കുട്ടികളുണ്ടാവും, ഗുരുവിനെ ശിഷ്യന്മാരുണ്ടാവുള്ളൂ. ഇന്ന് ശിഷ്യസമ്പത്ത് എന്ന് പറയുന്ന ഒരു സമ്പത്ത് ഗുരുക്കന്മാർക്കില്ലാതെ പോകും. അതിൻ്റെ ദോഷം ശിഷ്യർക്കാണ്. കാരണം ഒരു ഗുരുവിനും ഒരു ശിഷ്യനെ രൂപപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തൊക്കെയോ അറിവ് പടഞ്ഞു കൊടുക്കുന്നു, അവരെ മത്സരിക്കാൻ പഠിപ്പിക്കുന്നു. ഈ ലോകം തന്നെ ഓട്ടമാണ്, മത്സരിച്ചിട്ടുള്ള ഓട്ടമാണ്. അപ്പോൾ ഈ മത്സരിച്ചിട്ടുള്ള ഓട്ടത്തിൻ്റെ ആ മേഖലയിൽ എങ്ങനെ 1ാം സ്ഥാനത്തെത്താം? ഇന്നത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ത്രസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രാധാന്യം മുഴുവൻ കൊടുക്കുന്നത്, പ്രയോറിറ്റി മുഴുവൻ കൊടുക്കുന്നത് മത്സരത്തിൽ സമ്മാനം നേടണം. അത് എങ്ങനെ മത്സരിച്ചാലും വേണ്ടില്ല, ഏത് രീതി സ്വീകരിച്ചാലും വേണ്ടില്ല, 1ാം സ്ഥാനത്തെത്തണം. അങ്ങനെയുള്ള ഒരു മത്സരബുദ്ധി വളർത്തുകയും ഈ മത്സരക്കളത്തിൽ ഓടുന്ന ലോകത്ത് മത്സരബുദ്ധിയോടെ ഓടി എപ്പോഴും വിജയിയായി തീരാനുള്ള ഒരു പരിശീലനമാണ് ഇപ്പോൾ ഇന്ന് അധികവും കാണുന്നത്, ദൗർഭാഗ്യവശാൽ അധ്യാപകരുടെ ഭാഗത്തു നിന്നും. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം ഈ അധ്യാപകർ ഈ ഗുരുവിൻ്റെ ഒരു റോളിലേക്ക് മാറിക്കഴിഞ്ഞാൽ വളരെയേറെ മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ പലപ്പോഴും ഈ പല കുട്ടികളും ഒട്ടേറെ കുട്ടികളുടെ മേഖലയിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളാണല്ലോ. ഈ കുട്ടികളൊക്കെ വരുമ്പോൾ എവിടെയാണ് പഠിച്ചതെന്നൊരു ചോദ്യം ചോദിക്കും.
അതെന്തുകൊണ്ട് ചോദിക്കാൻ കാരണം നമുക്ക് ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അപജയം വീഴ്ച സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്ന് നമുക്കറിയാം. കാരണം അവിടെയുള്ള ഗുരുക്കന്മാരെ നമുക്കറിയാം, അവിടെയുള്ള ആ മാനേജ്മെൻറ്റിൻ്റെ കൺസെപ്റ്റ് നമുക്കറിയാം. എന്തിനു വേണ്ടി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നു, അവിടെ ആ പരിശീലനം എന്താ കുട്ടികൾക്ക് കൊടുക്കുന്നത്, അവിടെ സ്വഭാവശുദ്ധിക്കും വിശുദ്ധിക്കും ഭക്തിക്കും കൊടുക്കുന്ന പ്രാധാന്യം എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആരാ പഠിപ്പിക്കുന്നത്? ഞാൻ ഒട്ടേറെ ആളുകളോട് ചോദിച്ചിട്ടുണ്ട് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്, ഏതെവിടെയാണ് പഠിച്ചതെന്നുള്ളത്. കാരണം പഠിച്ചെടുത്ത് നിന്നും കിട്ടേണ്ട ചില അടിസ്ഥാന മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്കത് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പം എൻ്റെ ഒരു എളിയ ഒരു അപേക്ഷ ഞാൻ ഈ അധ്യാപക സമൂഹത്തോട് എവിടെ കിട്ടിയാലും പറയാറുണ്ട്. നമുക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വലിയൊരു വിളിയാണ്. ഒരു പിതാവാകാനോ മാതാവാകാനോ ലഭിക്കുന്ന വിളി പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് തങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ശിഷ്യ സമ്പത്ത്. കുട്ടികളെ ശിഷ്യരാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ശിഷ്യരാക്കി മാറ്റാൻ ഗുരുവിനെ കഴിയുള്ളൂ. അപ്പോൾ ഗുരുവിന് തന്നെ ആ ക്വാളിറ്റീസ് ആദ്യം വേണം. എന്നിൽ അന്ധകാരം ഉണ്ടാകുന്ന ഒരു വ്യക്തിക്ക് അന്ധകാരം, അതുകൊണ്ടാണ് ഈശോ പറഞ്ഞല്ലോ ശരീരം മുഴുവൻ ഈ വെളിച്ചമുണ്ടാണെന്ന് പറഞ്ഞു. എവിടെയെങ്കിലും ഒരു വെളിച്ചം മാത്രം, എല്ലായിടത്തും വെളിച്ചം ഉണ്ടാവണം. അപ്പോൾ സമ്പൂർണ്ണ വെളിച്ചം ഉള്ള ഒരാളിന് ഗുരുവാകാൻ സാധിക്കുള്ളൂ. ആ സമ്പൂർണ്ണ വെളിച്ചത്തിൻ്റെ ആ ഒരു നിറവ് ഇന്നത്തെ ഗുരുക്കന്മാരിൽ കാണാൻ കഴിഞ്ഞാൽ കുട്ടികളിൽ അവരുടെ സ്വഭാവ രൂപീകരണത്തിൻ്റെ സമയത്ത് വലിയ മാറ്റം വരുന്ന എൻ്റെ ഒരു വിശ്വാസം. സാറേ, ഞാൻ വായിച്ചിട്ടുണ്ട്, ടീച്ചിങ് ഈസ് നോട്ട് എ പ്രൊഫഷൻ, ഇറ്റ് ഈസ് എ മിനിസ്ട്രി. അധ്യാപനം ഒരു ജോലിയല്ല, ഒരു ശുശ്രൂഷയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ജോലിയായി കണ്ടു തുടങ്ങിയത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചത്? എന്താണ് സാറിന് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇന്ന് ഒരു ജീവനോപാധിയായി ഒരു ജോലിയായിട്ട് മാറി. ജോലിക്ക് എന്താ ഉള്ളത്? ശമ്പളമുണ്ട്. സേവനത്തിന് എന്താ ഉള്ളത്? അംഗീകാരമുണ്ട്. ശുശ്രൂഷയ്ക്ക് എന്താ ഉള്ളത്? ഇതൊന്നുമില്ല. ഈ 3 തലങ്ങളുണ്ട് അതിനകത്ത്. നമ്മുടെ ഗുരുക്കന്മാരാരും അധ്യാപനം സേവനം എന്ന് പറഞ്ഞിരുന്നില്ല, ശുശ്രൂഷ എന്നാണ് പറഞ്ഞിരുന്നുള്ളൂ. ഇന്നിപ്പം സ്കൂളുകളിൽ എവിടെയാണ് പഠിപ്പിക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പം ജോലി, സേവനം, ശുശ്രൂഷ 3 തലങ്ങളുണ്ട് അതിനകത്ത്. ബോണി സൂചിപ്പിച്ചല്ലോ മിനിസ്ട്രി എന്ന് പറയുന്നത്. അതൊരു കോളാണ്, ഒക്കേഷനാണ്, ഒരു ദൈവവിളിയാണത്. ദൈവവിളിയിലുള്ള ശുശ്രൂഷയാണ്, സേവനമല്ല, ജോലിയല്ല. യഥാർത്ഥത്തിൽ ആ വിളി മനസ്സിലാക്കിയ ഒരു ഗുരു ഒരു സ്കൂളിലും പഠിപ്പിക്കില്ല, ഒരു സ്കൂളിലും സേവനം ചെയ്യില്ല, അവിടെ ശുശ്രൂഷ ചെയ്യുള്ളൂ. ശുശ്രൂഷയ്ക്ക് പരിധിയില്ല, പരിമിതിയില്ല, വേതനമില്ല, അംഗീകാരമില്ല. ഇതെല്ലാം ആരാ തരുന്നത്? ഇതെല്ലാം തരുന്നത് വിളിച്ചവൻ. അതാ കോളെന്ന് ഞാൻ പറഞ്ഞു, വിളിച്ചവൻ മാത്രം. അപ്പം വിളിച്ചവൻ തരുന്ന ആ ഒരു അന്തിമ അംഗീകാരം, അന്തിമ സമ്മാനം, ആ സമ്മാനത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ആ വിളിച്ചവനെ നോക്കി ആ ശുശ്രൂഷ ചെയ്യാൻ കഴിയുന്ന ഗുരുക്കന്മാർക്ക് മാത്രമേ ഈ അർത്ഥത്തിൽ ഒരു സ്വയം വ്യയം ചെയ്തുകൊണ്ട് ഒരു നല്ല ഗുരു ആവാൻ സാധിക്കുകയുള്ളൂ. അപ്പം ആ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ആ ഗുരുവിൻ്റെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്നതായ ശിഷ്യർ മാത്രമേ ഉള്ളൂ. കാരണം ആ ഒരു ആ ശാലയിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ അവൻ്റെ വ്യക്തിപരമായിട്ടുള്ള, അല്ലെങ്കിൽ ആ അധ്യാപകൻ്റെ അല്ലെങ്കിൽ ആ ഗുരുവിൻ്റെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളോ സംഘർഷങ്ങളോ ദുഃഖമോ ദാരിദ്ര്യമോ ഒക്കെ പോയി പിന്നെ ഉള്ളത് വരുന്നത് ഈ ശിഷ്യനെ എനിക്ക് നേരെയാക്കിയെടുക്കണം, ഈ ശിഷ്യൻ രൂപപ്പെടുത്തണം. കാരണം ദൈവം എൻ്റെ കൈകളിൽ ഏൽപ്പിച്ച ഒരു കുഞ്ഞാണിത്. ദൈവം എന്നെ ഏൽപ്പിച്ച കുഞ്ഞാണെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കരുതി ഈ കുഞ്ഞിനെ ഞാൻ രൂപപ്പെടുത്തി പുറത്തേക്ക് വിടണം. ഞാൻ അറിവ് പറഞ്ഞു കൊടുത്ത് അവനെ മത്സരിക്കാൻ വിടുകയല്ല, ഞാൻ അനുഭവങ്ങൾ പകർന്നു കൊടുത്ത് അവനെ ജീവിക്കാൻ പരിശീലിപ്പിക്കുകയാണ്. എങ്ങനെ? തിളങ്ങുന്ന ജീവിതം, ഭക്തിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയുമുള്ള ഒരു വ്യക്തിയായിട്ട്. അപ്പോൾ ഗാന്ധിജി തുടങ്ങിയ എല്ലാ ആളുകളും ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ അധ്യാപനം അല്ലെങ്കിൽ പഠിപ്പിക്കൽ അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അറിവ് പറഞ്ഞു കൊടുക്കുന്ന ഒരു പാഠശാലയല്ല. ആ ഒരു വ്യക്തിയെ ഒരു മനുഷ്യനെ ഒരു സമ്പൂർണ്ണ വ്യക്തിയായിട്ട് രൂപപ്പെടുത്തി നല്ല മനുഷ്യനായി രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. ഞാൻ വായിച്ചിട്ടുള്ള നോവലുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നോവൽ പണ്ട് ചെറുപ്പത്തിൽ, ഇപ്പോൾ അത് ഞാൻ വായിക്കാറില്ല, ഈ നോവലുകൾ വായിക്കാറില്ല. വായിച്ചിട്ടുള്ളതിനകത്ത്
ഈ കടി ദിയക്കെല്ലാം എന്തും വില കൊടുത്ത് വാങ്ങാം എന്ന് പറയുന്നത് ബിമൽ മിത്രയുടെ ഒരു നോവലുണ്ട്. അതിനകത്ത് ഈ ബിമൽ മിത്ര ഒരു ദീപാങ്കരൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ദീപാങ്കരൻ അനാഥ ബാലനായിട്ട് വളർന്നു വന്നു, പഠിച്ചു വളർന്നു, റെയിൽവേയിൽ ഉന്നത ഉദ്യോഗം ജോലി കിട്ടി. ആ ഏറ്റവും ഉയർന്ന തസ്തികയിൽ എത്തിക്കഴിയുമ്പോൾ ആ ജോലി രാജിവെച്ചിട്ട് അദ്ദേഹം ഒരു അധ്യാപകനായിട്ട് ക്ലാസ്സിലേക്ക് വരുന്നുണ്ട്. ക്ലാസ്സിലേക്ക് വന്നിട്ട് കുട്ടികളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾക്ക് ജീവിതത്തിൽ ആരായിത്തീരണം? അപ്പോൾ സ്വാഭാവികമായിട്ടും അവരവർക്ക് ഇഷ്ടപ്പെട്ട ഡോക്ടർ, എൻജിനീയർ, വക്കീൽ, ജഡ്ജി, രാഷ്ട്രീയക്കാരൻ, അങ്ങനെ തുടങ്ങിയ എല്ലാ പ്രൊഫഷനുകളും ഓരോരുത്തർ പറയാൻ തുടങ്ങി. അപ്പോൾ ഈ ദിവാകരൻ മാസ്റ്റർ ഇതെല്ലാം കേട്ട് അവസാനം കുട്ടികളോട് പറഞ്ഞു, ജീവിതത്തിൽ നിങ്ങളിതൊക്കെ ആയിക്കോ, ആവണ്ട അദ്ദേഹം പറയുന്നില്ല, പക്ഷേ ആദ്യമേ നിങ്ങളൊരു മനുഷ്യനാവണം. ആദ്യമേ നിങ്ങളൊരു മനുഷ്യനായിട്ട് നിങ്ങൾ ഡോക്ടറായിക്കോ, എൻജിനീയർ ആയിക്കോ, വക്കീലായിക്കോ, ജഡ്ജി ആയിക്കോ, പിന്നെ ആര് തന്നെ ആയിക്കോളൂ, ആദ്യമേ ഒരു മനുഷ്യനാവണം. ഈ മനുഷ്യനെയാണ് ഇന്ന് നമുക്ക് ലോകത്ത് കാണാൻ ബുദ്ധിമുട്ട്. അപ്പം നല്ല മനുഷ്യത്വം ഉള്ള ഒരു വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയെടുക്കലാണ് ഒരു ഗുരുവിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി. അങ്ങനെയുള്ള ഒരു രൂപപ്പെടുത്തൽ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അധ്യാപകർക്ക്, ഗുരുക്കന്മാർക്ക് കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേദനയോടെ ഞാൻ പറയട്ടെ, കാര്യമായിട്ടൊന്നും കഴിയുന്നില്ല. കാരണം ഒന്ന്, അവർക്ക് പഠിപ്പിച്ച് തീർക്കാനുള്ള സിലബസ്; രണ്ട്, അവരുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളുടെ ഒരു വലിയ ഒരു പ്രതിസന്ധികൾ അവർ അല്ലാണ്; മൂന്ന്, അവരും ഇതുപോലെ മത്സരിക്കാൻ തന്നെ പഠിപ്പിക്കണം. ജീവിതത്തിൽ കുട്ടി വിജയിച്ചോ എന്നല്ല, ക്ലാസ്സിൽ കുട്ടി ജയിച്ചോ എന്നാണ് എല്ലാവരും ചോദിക്കുള്ളൂ. അത് നല്ല കുട്ടിയാണ്, പക്ഷേ മിടുക്കനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം ഞാൻ എപ്പോഴും പറയും, മിടുക്ക് കുറച്ച് കുറഞ്ഞാലും നല്ല കുട്ടിയാവട്ടെ വളരുക എന്നുള്ളതാണ്. അപ്പം നല്ലവനായ എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങൾ ക്ലാസ്സിൽ മാർക്ക് കുറഞ്ഞാലും നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ സ്കൂളിൽ, നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾ നല്ല കുട്ടികൾ എന്ന് നിങ്ങളെക്കുറിച്ച് പറയാനിടവരണം. നിങ്ങളുടെ നന്മയാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്, നിങ്ങളുടെ മികവല്ല. അപ്പം മിടുക്കനായ നല്ലവനാകാവുള്ളൂ, നല്ലവരായ മിടുക്കരാവാനായിട്ട് ഞാൻ എപ്പോഴും പ്രാധാന്യം കൊടുത്തിട്ടുള്ളൂ. ആ രീതിയിലുള്ള ഒരു പരിശീലനം ഇന്ന് ദൗർഭാഗ്യവശാൽ നമ്മുടെ കലാലയങ്ങളിൽ കിട്ടുന്നില്ല. കുട്ടികളുടെ എണ്ണവും കൂടി നമ്മുടെ അധ്യാപകർക്ക് ശ്രദ്ധിക്കാൻ കഴിയാതെ വരുന്നു. അപ്പോൾ അതിന് എനിക്ക് നമ്മുടെ ക്രൈസ്തവ മാനേജ്മെൻറ്റുകളിലെങ്കിലും പറയാനുള്ളത്, നമ്മൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നതിൻ്റെ പിന്നിൽ വലിയൊരു പ്രേക്ഷിത ആഭിമുഖ്യമുണ്ട്. ആ ആഭിമുഖ്യം മനസ്സിൽ കരുതിയിട്ട് ഇന്ന് ഈ അധ്യാപകരുടെ കുറവ് നികത്താൻ തക്കവണ്ണമുള്ള ഒരു പാരലൽ സിസ്റ്റത്തെ നമുക്ക് കുട്ടികൾക്ക് കൗൺസിലിങ്ങിനായിട്ട്, കുട്ടികൾക്ക് ഈ രീതിയിലുള്ള ഒരു മൂല്യബോധം പകർന്നു കൊടുക്കുന്ന രീതിയിൽ അവർക്ക് ഗൈഡൻസ് കൊടുക്കാൻ പാകത്തിന്, അത് അവരെല്ലാം ശുശ്രൂഷകർ, ഇപ്പോൾ കുറച്ച് ജോലിക്കാരുണ്ടായിക്കോട്ടെ, പക്ഷേ കുറേ ശുശ്രൂഷകരെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, നമ്മുടെ സിസ്റ്റർമാർ, നമ്മുടെ അച്ഛന്മാർ, നമ്മുടെ ആത്മായ പ്രേക്ഷകർ, അങ്ങനെയുള്ള ആളുകളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഒരു പാരലായിട്ട് ഒരു സപ്പോർട്ട് സിസ്റ്റം കൊടുക്കാൻ കഴിഞ്ഞാൽ കുറേ മാറ്റം വരുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഇത് ഈ പാഠ്യത്തിൻ്റെ അല്ലെങ്കിൽ പഠിപ്പിക്കലിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ സ്വഭാവ രൂപീകരണമാണ് എന്നുള്ള ആ ഒരു വശത്തിൻ്റെ പ്രാധാന്യം കൊടുക്കാൻ ഈ തരത്തിലുള്ള ഒരു എക്സ്ട്രാ നറിഷ്മെൻറ്റ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം എന്നാണ് എൻ്റെ ഒരു. അത് ഈ ഒരു കാലഘട്ടത്തിൽ ഉള്ള ഒരു നല്ലൊരു സൊല്യൂഷനാണ് അല്ലേ? ഈ തീർച്ചയായിട്ടും കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ്. ഈ കാലഘട്ടത്തിലെ പല പ്രശ്നങ്ങൾക്കും വലിയൊരു സൊല്യൂഷനാവുകയും ചെയ്യും. കാരണം അവർ, നമ്മുടെ കുട്ടികൾ നമ്മുടെ സ്കൂളുകളിലോ അല്ലെങ്കിൽ കോളേജുകളിലൊക്കെ പഠിച്ചു വരുന്ന കാര്യങ്ങൾ അവർ ജീവിതത്തിൽ എങ്ങും കാണുന്നില്ല. അപ്പോൾ അവർക്ക് വലിയൊരു ഫ്രസ്ട്രേഷനാണ്. വീട്ടിൽ വന്നാൽ കാണാനില്ല. കാരണം അവിടുന്ന് പഠിച്ചു വന്ന സത്യസന്ധതയും സ്വഭാവശുദ്ധിയും വിശുദ്ധിയും ഒന്നും വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കും അവിടുന്ന് കിട്ടുന്നില്ല, നാട്ടിൽ കാണുന്നില്ല, അവരുടെ ആത്മീയ മതമേഖലകളിൽ കാണുന്നില്ല. അവിടെ എല്ലാം കാണുന്നത് ഈ പഠിച്ചു വന്ന മൂല്യങ്ങളുടെ എതിർസാക്ഷ്യങ്ങളാണ് കാണുന്നത്. പക്ഷേ ഈ എതിർസാക്ഷ്യങ്ങളെ നിങ്ങൾ മറികടന്നിട്ട് അവയ്ക്ക് മുകളിൽ തിളങ്ങുന്ന വിളക്കുകളായിട്ട് നിങ്ങളുടെ മുമ്പിലുള്ള വെല്ലുവിളികളാണ് ഇവ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അങ്ങനെ അതിജീവിച്ച് വെല്ലുവിളിച്ച് ജീവിച്ച ഒരു ദീപമാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് ചില ഗുരുക്കന്മാരെ സപ്പോർട്ട് സിസ്റ്റമായിട്ട് കൊടുക്കാൻ കഴിഞ്ഞ സാക്ഷ്യമായിട്ടുണ്ടാവണം. ആ ഗുരുക്കന്മാർ ഇവരെ കൗൺസിലിങ്ങിനായിട്ടോ അല്ലെങ്കിൽ സ്വഭാവ രൂപീകരണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ മോറൽ എഡ്യൂക്കേഷൻ പ്രാധാന്യം കൊടുത്തുകൊണ്ടോ റിലീജിയസ് എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള ഒരു സിസ്റ്റം, ഒരു സപ്പോർട്ട് സിസ്റ്റം മൂല്യബോധത്തിന് മാത്രമായിട്ട് കുട്ടികൾക്ക് കൊടുത്താൽ അവർ ഈ പഠനത്തോടൊപ്പം സ്വഭാവ രൂപീകരണവും സാധിക്കും. ഇന്ന് പഠനമുണ്ട്, സ്വഭാവ രൂപീകരണം എന്നുള്ള ഫോർമേഷൻ ആ ഭാഗത്തിന് പ്രാധാന്യം കുറഞ്ഞു വരുന്നു. അതൊരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് ശുശ്രൂഷയായിട്ട് നമ്മുടെ സഭ
സമൂഹങ്ങളിലെങ്കിലും സഭയുടെ സംവിധാനങ്ങളിലെങ്കിലും കൊടുക്കാൻ കഴിയണം. എങ്കിലേ ഈ സഭ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നതിൻ്റെ ഉദ്ദേശങ്ങൾ സാധ്യതമാകൂ എന്നുള്ളതാണ്. കുറേ മെറിറ്റുള്ള കുട്ടികളെ പഠിപ്പിച്ച് കുറേ മിടുക്കരെ വാർത്തെടുക്കാനല്ല, കുറേ നല്ലവരെ വളർത്തിയെടുക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. സാറ് പറഞ്ഞപ്പോൾ എന്നെ കൂടുതൽ എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം, നല്ലവരായ മിടുക്കർ. പഴയ ഗുരുക്കന്മാർക്ക് ആ ഒരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് സാറ് പറഞ്ഞു കുഞ്ഞുനാളിൽ 6 വയസ്സുള്ള സമയത്ത് നിഗളിക്കരുതെന്ന് പറഞ്ഞു തന്ന ഗുരു. ഇന്ന് അങ്ങനെ പറയുന്നവരുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല. അതുമാത്രമല്ല, ഒരു കുഞ്ഞ് സിഗരറ്റ് വലിച്ചാൽ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് മോശപ്പെട്ടൊരു കാര്യത്തിലേക്ക് പോയാൽ പോലും ആരും മിണ്ടുന്നില്ല. അത് ഭയപ്പെട്ടിട്ടാണോ, ഇവിടുത്തെ നിയമങ്ങളെ പേടിച്ചിട്ടാണോ? അതിനെക്കുറിച്ച് എന്താ സാറിന് പറയാനുള്ളത്? ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. ഞാൻ എപ്പോഴും പറയും, ആത്മരോഷം എന്നൊരു വാക്കുണ്ട്. മോറൽ റൈച്ചസ് ഇൻഡിഗ്നേഷൻ ഇംഗ്ലീഷ് പറയും, ആത്മരോഷം. ഈ ആത്മശക്തി ഉള്ളവനെ ആത്മരോഷം ഉണ്ടാവുള്ളൂ, അല്ലാത്തവനോ ദേഷ്യം ഉണ്ടാവുള്ളൂ, പ്രകോപനം ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് ആത്മശക്തി കൊണ്ട് നിറഞ്ഞവന് ആത്മരോഷം ഉണ്ടാവും. ഈ ആത്മശക്തി എന്ന് പറയുന്നത് എന്താ? ഈ ആത്മശക്തി എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ തങ്ങളെ തന്നെ കാത്തു സൂക്ഷിച്ചവരുടെ ബലമാണത്. ആ ഭക്തി, വിശുദ്ധി, സ്വഭാവശുദ്ധി, അതിൻ്റെ നിറവിൽ ജീവിക്കുന്ന ഗുരുക്കന്മാരുണ്ടെങ്കിൽ അവർക്ക് തിരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ തിരുത്തണമെന്നുണ്ടെങ്കിൽ താൻ ഏത് കാര്യം തിരുത്തുന്നുവോ ആ തിരുത്തേണ്ട ആ തിന്മയുടെ ഒരു ലെവലേശം പോലും തിരുത്തുന്നവരിൽ ഉണ്ടാവാൻ പാടില്ല, ഉണ്ടാവരുത്. അപ്പം ഇന്ന് സംഭവിക്കുന്നത് എന്താ? ഞാൻ സിഗരറ്റ് വലിക്കും, പക്ഷെ നീ അത് നോക്കണം, പക്ഷെ നീ വലിക്കാൻ പാടില്ല. എനിക്ക് വലിക്കാം, കാരണം നീ വലിക്കാൻ പാടില്ല. എനിക്കിത് ചെയ്യാം, എനിക്ക് ടി വി കാണാം, നീ കാണാൻ പാടില്ല, നീ ഇപ്പോൾ പഠിക്കണം. എനിക്ക് അവിടെ വിനോദത്തിന് പോകാം, പക്ഷെ നിനക്കത് പാടില്ല. അപ്പോൾ ഇതെല്ലാം ഒരു വലിയ സംഘർഷമാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ കുട്ടികൾ എന്ത് ചെയ്യും? അങ്ങനെയാകുമ്പോൾ ഇതെല്ലാം ഈ മാതാപിതാക്കന്മാർ കാണാതെ ഇതിനെല്ലാം ഒളിച്ചിരുന്ന് മറികടക്കാനായിട്ടുള്ള അവരിലൊരു കുസൃതി കൂട്ടുകയുള്ളൂ. അപ്പോൾ തിരുത്തണമെന്നുണ്ടെങ്കിൽ ആദ്യമേ എന്നെ കണ്ട് പഠിക്കുക എന്ന് പറയാൻ തക്കവണ്ണമുള്ള ആ ഗുരുവിൻ്റെ വെളിച്ചം ഈ ശിഷ്യരിലേക്ക് പകരാൻ കഴിയണം. അവരുടെ അഭാവമാണ് യഥാർത്ഥത്തിൽ ഇന്ന് പലരെയും തിരുത്താൻ പറ്റാത്തതിൻ്റെ പ്രശ്നം. സത്യത്തിൽ ജീവിത സാക്ഷ്യമുള്ള ഗുരുക്കന്മാരുടെ അഭാവമാണ് ഇന്നത്തെ ഒരു പ്രതിസന്ധി. തീർച്ചയായിട്ടും സാറേ, ഈ ഗുരുക്കന്മാരെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ സാർ ഇപ്പോൾ ഷെയർ ചെയ്തു. എനിക്കറിയാം സാറിന് ഇനിയും ഒത്തിരി പറയാനുണ്ട്. ഇന്നത്തെ ഗുരുക്കന്മാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് സാറ് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ വളരെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം, ഭക്തി, വിശുദ്ധി, സ്വഭാവശുദ്ധി. ഇന്നത്തെ കുഞ്ഞുങ്ങളിത് കേട്ടിട്ടുണ്ടാവുമെന്ന് സംശയമാണ്. ഇത് മൂന്നും ഒരുമിച്ച് ഇതായിരുന്നു അന്നത്തെ ഗുരുക്കന്മാരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇന്ന് ഗുരുക്കന്മാർക്ക് അതുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഗുരുക്കന്മാരും അല്ലാത്തവരും എല്ലാം എല്ലാ ഗുരുക്കന്മാരെയും പ്രകാശം പരത്തുന്നവരായി തീർക്കാനായിട്ട് പ്രാർത്ഥിക്കട്ടെ. സാറിന് ഒത്തിരി നന്ദി. താങ്ക് യു. With